എല്ലാവർക്കും ഇപ്പം നമസ്കാരം. ഇന്ന് രാവിലെ ഒന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ തൊടിയൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വെച്ചു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അത് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ തൊടിയൊക്കെ ഇവിടെ ഞങ്ങളായിട്ട് തുടങ്ങിയതല്ല, പക്ഷെ ഞങ്ങളും കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഇടയ്ക്ക് കൊടുക്കും. ഈ തൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് വേറെ തേങ്ങ അങ്ങനെ കുറച്ചൊക്കെ, നല്ലതായിട്ടില്ല, തേങ്ങ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നല്ല ചേമ്പിലൊക്കെ നിൽക്കുന്നുണ്ടപ്പോൾ നല്ല ചന്തം കാണും. അപ്പം ഞാൻ വെച്ച് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ഇവിടെ എന്തായാലും ഇപ്പോൾ കുറച്ചായിട്ട് നല്ല ചേമ്പിൻ്റെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നട്ടുപിടിപ്പിക്കണമെന്നല്ല, പക്ഷേ ഈ മഴക്കാലത്തിൻ്റെ എഫക്റ്റ് ആണോ. ഇപ്പോൾ മഴ ഇപ്പോൾ ഇന്നലെയൊക്കെ ഇത്തിരി കുറവുണ്ട്. അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിട്ടൊരു രസമുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ. കൊതുണ്ട് കേട്ടോ ഇത്തിരി. കൊതുകൊക്കെ രണ്ടു പേരും കടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ദൃഢനിശ്ചയത്തിന് ഞാൻ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വാഴയും ഞങ്ങളുടെ വീടിൻ്റെ പിന്നാലെയും കുറച്ച് വാഴകൾ വീണിട്ടുണ്ട്. ചെറിയ വാഴകളൊക്കെ ഈ മഴയാകുമ്പോഴേക്കും ഇങ്ങനെ വീണ് പോവുകയാണ്. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ചൊരു ക്ലൈമാറ്റിക് രസമൊക്കെ ഉണ്ടെങ്കിലും വാഴയൊക്കെ ഇവിടെ നിന്ന് റൂട്ടൊക്കെ പോയി ചിലതിൻ്റെയൊക്കെ. വാഴ പിന്നെ വെട്ടിയിട്ട് അച്ഛനൊരു പാടുണ്ട്. പിന്നെ എല്ലാം ഹസ്ബൻഡ് തിരക്കി ഇട്ട് തന്നെ, എനിക്ക് വയ്യ അതൊന്നും ചെയ്യാൻ. പിന്നെ കുറച്ച് ഉണ്ണിത്തണ്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ വാഴയൊക്കെ വീഴുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലൊന്നും പോവാറില്ല. അപ്പോൾ ഇത്തിരി ചെളിപിളിച്ച് ഇത്തിരി വെയിലുള്ളതുകൊണ്ട് ഇത്തിരി ഇലയൊക്കെ ഉണങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇത്തിരി ചെളിപിളിയായിട്ട് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റാറില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇത്തിരി മഴ മാത്രമല്ല, പക്ഷേ വെയിലും കൂടി വന്നുകൊണ്ട് ഇത്തിരി സുഖമുണ്ട് നടക്കാനൊക്കെ. പിന്നെ ഇവിടെ ഈ മഴയൊക്കെ ആകുമ്പോൾ നല്ല മഴയൊക്കെ ഇനിയുള്ള സമയത്തുണ്ട് നിറയെ കിളികളും അങ്ങനെയൊക്കെ വരും.